പുത്രധർമ്മമാണ് ശ്രാദ്ധം ചെയ്യുക, പിതൃകർമ്മം ചെയ്യുക എന്നുള്ളത്. കാരണം പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചിതു ശതപത്ര സമുത്ഭവൻ. എങ്ങനെയാണ് പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചത് എന്ന് നോക്കിയാൽ തന്നെ എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് തന്നുടെ താതനെ, അച്ഛനെ ത്രാണനം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷിക്കുന്നതിന്, ഉയർത്തിവിടുന്നതിന്, ഉദ്ധരിക്കുന്നതിന്, മുക്തനാക്കുന്നതിന് മകൻ ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം അല്ലെങ്കിൽ പിതൃകർമ്മം എന്ന് പറയുന്നത്. അത് പുത്രൻ എന്ന് പറഞ്ഞാൽ പുത്രിയും അതിൽപ്പെടും, അവരുടെ ധർമ്മമാണ്. അതുകൊണ്ട് ശ്രാദ്ധം എന്ന് പറയുന്നത്, പിതൃകർമ്മം എന്ന് പറയുന്നത് ഓരോ ഹിന്ദുവും അനുഷ്ഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ കൊടുക്കുന്ന അന്നം, പിണ്ടം അവർ സ്വീകരിക്കുക തന്നെ ചെയ്യും. ആർക്കും ഒരു സംശയവും വേണ്ട. അത് സ്വീകരിച്ച് അവർക്ക് ശുദ്ധമാകുവാനും, കാരണം മന്ത്രസഹിതമാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ മന്ത്രസഹിതം നമ്മൾ സമർപ്പിക്കുന്ന ആ പിണ്ടം സ്വീകരിച്ച് ശുദ്ധമാകുവാനും മുക്തരാകുവാനും അവർക്ക് അവസരമുണ്ടാകും. അത് ധർമ്മമാണ് എന്ന് കരുതി എല്ലാവർക്കും ചെയ്യുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹിന്ദുക്കൾ തീർച്ചയായും അത് ചെയ്യുക തന്നെ വേണം.